2026 മാർച്ച് 8 അതായത് ഇന്നലെ ഞായറാഴ്ച നടന്ന ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് T20 വേൾഡ് കപ്പിനെ പറ്റിയും നമ്മുടെ സ്വന്തം സഞ്ജു സാംസനെ പറ്റിയും സംസാരിച്ചില്ലെങ്കിൽ അതെങ്ങനെ ശരിയാവും? ആബ്സല്യൂട്ട് സിനിമ എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്നലെ സഞ്ജു സാംസന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് T20 വേൾഡ് കപ്പിന്റെ ഏറ്റവും മികച്ച പ്ലെയർ ആയിട്ടും സഞ്ജു സാംസൺ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കേരളത്തിലെല്ലാവർക്കും ഒരുപോലെ ഒത്തിരി അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം തന്നെയാണ്. സഞ്ജു സാംസൺ ഇത്രയും മനോഹരമായിട്ട് ആ ഒരു T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഇത്രയും മനോഹരമായിട്ട് കേരളത്തിന്റെ ഭാഗത്തു നിന്നൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് പോലെ കേരളത്തിന്റെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഒരാൾ പോയി കളിച്ച് ജയിച്ച് വന്നൊരു ഫീലാണ് ഇപ്പോൾ കേരളത്തിലെല്ലാവർക്കും. സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ഇപ്പോൾ സഞ്ജു സാംസൺ വാഴ്ത്തിപ്പാടി മാത്രമാണ് ഇപ്പോൾ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ട്രിവാൻഡ്രത്ത് വെച്ച് സഞ്ജു സാംസണ് ഒരു ഗംഭീര സ്വീകരണം കൊടുക്കാനായിട്ട് നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കായിക മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒരുമിച്ചായിരിക്കും സഞ്ജു സാംസണ് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഒരു ഗംഭീര സ്വീകരണ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി TV ചാനലുകളും ഒത്തിരി ഓൺലൈൻ മീഡിയാസും അതുപോലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് ക്യാഷ് പ്രൈസുകളും സഞ്ജു സാംസനെ തേടി എത്തുന്നുണ്ട്. 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം അത്തരത്തിൽ വരുന്ന ഒരുപാട് ക്യാഷ് പ്രൈസുകളും സ്നേഹാദരം പോലെ സഞ്ജു സാംസന് ഈ പറയുന്ന കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ TV ചാനലുകളുടെ ഭാഗത്തു നിന്നും കിട്ടി വരുന്നുണ്ട്. പിന്നീട് ഈ ഒരു പെർഫോമൻസിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റൻസ് ആയിട്ടുള്ള രോഹിത് ശർമ്മ, സച്ചിൻ ടെണ്ടുൽക്കർ, MS ധോണി ഇവരെല്ലാവരും ഒരുപാട് ഈ പറയുന്ന അഭിനന്ദനങ്ങളുമായിട്ട് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയും ഈ പറയുന്ന സഞ്ജു സാംസന് വേണ്ടിയിട്ട് ഈ പറയുന്ന വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒത്തിരി അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി മലയാളി ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോരം പോസ്റ്ററുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. അപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം തന്നെയാണ് സഞ്ജു സാംസൺ നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും വളരെ മികച്ച ഒരു ഗെയിം തന്നെയായിരുന്നു ഇന്നലെ ന്യൂസിലൻഡിനെതിരെ കാഴ്ചവെച്ചത്. ബാറ്റിങ്ങിലായാലും വിക്കറ്റ് കീപ്പിങ്ങിലായാലും എല്ലാത്തിലും അടിപൊളിയായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിന്ന സഞ്ജു സാംസൺ നമ്മുടെ ചാനലിന്റെ പേരിലും ഒത്തിരി നന്ദിയും അതുപോലെ തന്നെ ഒത്തിരി സ്നേഹവും അറിയിക്കുകയാണ്. ഈ ഒരു സമയത്ത് സഞ്ജു സാംസന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിയ കാര്യമാണ്. ഇന്നലത്തെ ഫൈനൽ കഴിഞ്ഞ സമയത്ത് ഏകദേശം 14 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സഞ്ജു സാംസൺ ഈ ഒരു സമയത്ത് 4 മില്യൺ ഫോളോവേഴ്സ് കൂടി 18 മില്യൺ ഫോളോവേഴ്സ് ആയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടാകെ എല്ലാ ജനങ്ങൾക്കും സഞ്ജു സാംസന്റെ ആ ഒരു ഗെയിം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് ഒരുപാട് ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഒരിക്കൽ കൂടി സഞ്ജു സാംസന്റെ ഗെയിമിനും അതുപോലെ തന്നെ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത ആ ഒരു കോൺട്രിബ്യൂഷനും ഒത്തിരി സ്നേഹവും ഒത്തിരി നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.